ഹായ് ഗൈസ്, വെൽക്കം ടു മാഡ് മൈൻഡ്സ്. കൂലി കണ്ടു. ഈ പടത്തിന് ഭയങ്കര ഹൈപ്പായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ആ പടത്തിന് വല്ലാതെ ഹൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ എക്സ്പെക്ടേഷനിലാണ് ഈ സിനിമ കാണാണ്ടി പോയത്. നമ്മൾ എപ്പോഴും രജനീകാന്ത് സിനിമ കാണാൻ പോകുമ്പോൾ ഒരു തിയേറ്റർ എറപ്റ്റ് ആവുന്ന ഒരു സീനാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരിക. അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. ചില സീൻസിൽ അത് ഉണ്ടായിരുന്നു, ചില സീൻസിൽ ആ മാജിക് ഉണ്ടായിരുന്നു. രജനീകാന്തിന്റെ പെർഫോമൻസ് ടോപ്പ് തന്നെയായിരുന്നു. എപ്പോഴും ആളുടെ സ്ക്രീൻ പ്രസൻസും ആളുടെ സ്വാഗും ആളുടെ സ്റ്റൈലിഷ് വാക്ക് എല്ലാം അതിനെ മാച്ച് ചെയ്യാൻ വേറെ ആരും ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇല്ല. പിന്നെ സൗബിൻ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആളുടെ ക്യാരക്ടർ ആൾ ഓൺ ചെയ്തിട്ടുണ്ട്. ചില സീൻസ് ഒക്കെ ഉണ്ട് സൂപ്പർ സ്റ്റാറുമായിട്ടുള്ളത്, വേറെ ലെവൽ. ഉപേന്ദ്രന്റെ ഒരു ക്യാമിയോ റോൾ ഉണ്ട്, കുറച്ചു നേരം ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ്. അത് പ്യുവർ ഗോൾഡ് ആണ് ആ ക്യാരക്ടർ. നാഗാർജുന വില്ലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റൈലിഷ് വില്ലനാണ്. പക്ഷെ എനിക്ക് തോന്നിയത് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ റോളിന് ഒരു സൂപ്പർ സ്റ്റാർ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു നോർമൽ ആക്ടേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ തന്നെ ആയിരുന്നു. അമീർ ഖാന്റെ ഒരു ക്യാമിയോ ഉണ്ട്. പെർഫോമൻസ് വൈസ് അടിപൊളിയായിരുന്നു. ആളുടെ സ്റ്റൈലിഷ് ലുക്ക് ആയിരുന്നു. ടാറ്റു, ദോസ് തിങ്സ്, ഇറ്റ് വാസ് നൈസ്. പക്ഷെ എനിക്ക് ഈ റോള് പുള്ളിക്ക് കൊടുത്തതിൽ ഒരു എന്തിനാ കൊടുത്തത്? ഇത് അതിന് ആവശ്യം ഉണ്ടായിരുന്നോ? ജസ്റ്റ് ഒരു ക്യാമിയോന് വേണ്ടി കൊണ്ടുവന്ന പോലെ തോന്നി. ഈ ക്യാരക്ടർ അതില് സ്യൂട്ട് ആവാത്ത പോലെ തന്നെ എനിക്ക് തോന്നി. ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷൻ എപ്പോഴും പോലെ അടിപൊളി. ഡയറക്ഷൻ ഒരു കുഴപ്പമില്ല. റൈറ്റിംഗിലാണ് എനിക്ക് കുറച്ച് കുഴപ്പം തോന്നിയത്. സ്റ്റോറി വൈസ് ഇത് കുറച്ച് കമ്മിയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കുറെ മാസ് സീൻസ് ഇതിൽ കുത്തിക്കയറ്റാൻ നോക്കി. അതൊക്കെ ഒരു അഡീഷണൽ ഫിറ്റിംഗ് പോലെ എനിക്ക് തോന്നി. പിന്നെ ലോകേഷിന്റെ ഈ LCU യൂണിവേഴ്സിൽ വരുന്ന മൂവി അല്ല ഇത്. ലോകേഷിന്റെ പ്രീവിയസ് മൂവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കമ്മി ആയിട്ട് തോന്നുന്ന ഒരു മൂവി കൂലി ആയിരിക്കും. ബാക്കി എല്ലാം ടോപ്പാണ്. ഇത് കുറച്ചൊന്ന് കമ്മിയായി, കുറച്ചല്ല കുറച്ച് നന്നായിട്ട് തന്നെ കമ്മിയായി. മ്യൂസിക്കിലേക്ക് കിടക്കാം. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആസ് ഓൾവേസ് ടോപ്പ് നോച്ച്. അടിപൊളി BGMs എല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് ആ മെയിൻ തീം ക്ലൈമാക്സിലും കൂടി ഇടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില സീൻസിൽ എനിക്ക് ആ ക്ലൈമാക്സിലിട്ട മ്യൂസിക് എനിക്ക് അത്രയ്ക്ക് ജെല്ലായില്ല. പക്ഷെ ഇവര് ഒരു ഫ്ലാഷ് ബാക്ക് സീൻസിൽ ആ മ്യൂസിക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പീക്ക് സീൻ എന്ന് പറയുന്നത് ആ ഫ്ലാഷ് ബാക്ക് സീനാണ്. അതിലൊരു DAGing ചെയ്തിട്ടുണ്ട് രജനീകാന്തിനെ. പിന്നെ ആ വോയിസ് റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്, പഴയ വോയിസ്. അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഡ്രസ്സിങ്ങും പഴയ ആ ഒരു ബസ്, ആ ഒരു ഏരിയ എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉപേന്ദ്ര, സത്യരാജിന്റെ ഇവന്റെയൊക്കെ യങ്ങർ വേർഷൻ വാസ് നൈസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്കിത് വർക്കൗട്ട് ആയില്ല. കാരണം സ്റ്റോറി പോരാ, സ്റ്റോറിക്ക് ഡെപ്ത് ഇല്ല. പഴയ ലോകേഷ് പടങ്ങൾ പോലെയല്ല ഇത്. ജസ്റ്റ് ഒരു പ്ലെയിൻ സ്റ്റോറി എടുത്ത് ചെയ്ത പോലെയാ തോന്നിയത്. ലേയേഴ്സ് ഒന്നുമില്ല. ഈ സ്റ്റോറി കുറവായത് കൊണ്ട് തന്നെ ഇവർ കുറെ മാസ് സീൻസ് കുത്തിക്കയറ്റാൻ നോക്കിയത് കൊണ്ട് ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. ഒരുപാട് BGMs കയറ്റുന്നു, കുറെ മാസ് സീൻസ് വരുന്നു, കുറെ സ്റ്റൈലിഷ് സീൻസ് വരുന്നു, കുറെ ഡയലോഗ്സ് രജനീകാന്ത് പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ലോകേഷ് കനകരാജ് സിനിമയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോറി ബേസ് വേണമെന്നാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. വേറെ ക്യാരക്ടേഴ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സത്യരാജിന്റെ ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. ശ്രുതിഹാസൻ ഫൈൻ, ഷീ വാസ് ഫൈൻ. ഒരു ആക്ട്രസിന്റെ ഒരു റോൾ ഉണ്ട്, ഒരു സർപ്രൈസ് റോൾ ആണ്. നിങ്ങൾ അത് എന്തായാലും എൻജോയ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. ഓവറോൾ എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല ഈ മൂവിക്ക്. ഞാനൊരു 2.5 ഔട്ട് ഓഫ് 5 ഇതിന് കൊടുക്കും. ഈ മൂവിന്റെ റിവ്യൂ അതർ ലാംഗ്വേജസിലും ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കുക. ഇതുപോലുള്ള റിവ്യൂസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.